നല്ലപോലെ മുഷിഞ്ഞു കേട്ടോ. അപ്പൊ ഒന്ന് എടുത്തു വെച്ചോ. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നുണ്ടല്ലോ നമ്മൾ ഒരു മോർണിംഗ് റൂട്ടീൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ട് ഞാൻ വേഗം എന്താ വെച്ചാൽ ഒവിൻ്റെ ചോട്ടിലാണ് കേട്ടോ പോയി നിൽക്കുന്നത്. മാങ്ങാപ്പഴം ഇങ്ങനെ എപ്പോഴും ഇപ്പോൾ വീണ് പോവുകയാണ് കേട്ടോ. ഇഷ്ടം പോലെ വീണ് കിടക്കുന്നുണ്ടാവേ. അപ്പോൾ അത് രാവിലെ തന്നെ അടിച്ചു വാരണേക്ക് മുന്നേ അതൊന്ന് പെറുക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ അടിച്ചു വരാറ്. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറിക്കാറില്ല. നമ്മൾ ടെറസിൻ്റെ മുകളിൽ കയറിയിട്ട് വേണം കേട്ടോ നമുക്ക് പറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ എന്നോട് കയറരുതെന്ന് പറഞ്ഞ കാരണം ഞാനുണ്ടല്ലോ താഴെ വീഴുന്നത് മാത്രം ഇപ്പോൾ പെറുക്കി എടുക്കുകയാണേ. അങ്ങനെ പെറുക്കി എടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ മുറ്റടിച്ച് വരാൻ പോയത്. അപ്പം നമ്മുടെ കിളികൾ കണ്ടോ, എന്താ പറയുക, ഇന്നിപ്പോൾ എല്ലാവരും കൂട്ടം കൂടിയിട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനതങ്ങനെ വീഡിയോ എടുത്തു എന്നേ. രാവിലെ ഞാൻ മുറ്റടിച്ച് വരുന്ന സമയത്ത് ഈ അമ്മയുണ്ടല്ലോ വന്നിട്ട് എന്നോട് ചോദിച്ചു ഒരു ചാമ്പങ്ങ തൈ തരുമോ മോളേന്ന്. അപ്പം ഞാനുണ്ടല്ലോ നമ്മുടെ ചാമ്പങ്ങ തൈൻ്റെ താഴെയാണെങ്കിൽ 2-3-4-5 ചാമ്പങ്ങ തൈ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്കതിന് വലിയ ഉപകാരമൊന്നുമില്ല. അപ്പോൾ അവർക്ക് കൊടുക്കാമല്ലോ, അവർക്കൊരു ഉപകാരപ്പെടുകയും ചെയ്യും. അപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് വരുമ്പോൾ ആൾ വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത് പറിച്ച് കൊടുക്കുകയാണേ. അപ്പോൾ തൈയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ചോദിക്കുകയാണേ എന്നെ അറിയോ, എൻ്റെ വീടൊക്കെ അറിയുമോ എന്ന് ചോദിച്ചിട്ടോ. അപ്പം ഞാൻ നോക്കുമ്പോൾ ദൈവമേ ഇപ്പം എന്താ വീട് എവിടെയാണെന്നാണ് പറയുക. ഡെയിലി നമ്മൾ ആളെ കാണുന്നുണ്ട്, അത് കാരണം കൊണ്ട് ആളെ അറിയും, പക്ഷെ വീട് അറിയില്ല കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ പറയാണ് ടെറസിൻ്റെ മുകളിൽ നോക്കിയാൽ കാണുന്ന വീടാന്ന്. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നുണ്ടല്ലോ ഇന്ന് രാവിലത്തെ ഒരു മോർണിംഗ് റൂട്ടീൻ തന്നെയാണ് കേട്ടോ നമുക്ക്. അപ്പം ഞാനുണ്ടല്ലോ ഇന്നലെ മീൻ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തൊക്കെ മീനാന്ന് കാണിച്ചിട്ട് മത്തി ചെറുത്ത് കൊടുന്നിട്ടുണ്ട് കേട്ടോ വീണ്ടും. അപ്പോൾ കറി വയ്ക്കാൻ തന്നെയാണത്. പിന്നെ ഇത് ചെമ്പല്ലി എന്നാണ് കേട്ടോ ഇവിടെ പറയുക. അതിന് ശരിക്കും വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ചെമ്പല്ലി ഇത് നേരാക്കിയിട്ട് കൊണ്ടുവന്നതാണ്. ഇനി മത്തി നേരാക്കിയിട്ടില്ല കേട്ടോ. മിക്കവാറും നേരാക്കി കൊണ്ടുവരാറില്ല കേട്ടോ. മത്തി ആണെങ്കിൽ നേരാക്കി കൊണ്ടുവന്നാലും പിന്നെ നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടാവും. പിന്നെ അതിൻ്റെ തലയും അതും ഇതൊക്കെ കളയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരാക്കി കൊണ്ടുവരണ്ടെന്ന് പറയാറ് കേട്ടോ. എന്തായാലും നമുക്ക് പണി ചെയ്യണം, പിന്നെ ഇപ്പം ഒന്നിച്ചങ്ങ് ചെയ്തുകൂടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഇത് ചെമ്പല്ലി നേരാക്കി കൊടുക്കുന്നുണ്ട്, പക്ഷെ ഒന്നും കൂടി നമുക്ക് അതിനെ വൃത്തിയാക്കി എടുക്കാണ്ട് കേട്ടോ. നമ്മളിതിനെ ചെമ്പല്ലി എന്നാണ് കേട്ടോ പറയുക. കിളിമീൻ എന്നൊക്കെ പറയും തോന്നുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഫ്രൈ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ മത്തി കുഞ്ഞമത്തി ആയിരുന്നു കേട്ടോ. അപ്പം എന്നാൽ അത് വെക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഈ മീനുണ്ടല്ലോ നേരാക്കി കൊണ്ടുവന്നതാണെങ്കിലും അല്ലെങ്കിൽ ഏത് മീൻ നേരാക്കി കൊണ്ടുവന്നാലും പിന്നെയും പണി ഉണ്ടാവും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഉള്ളിലുള്ള ഭാഗമൊക്കെ നമുക്ക് കളയേണ്ടി വരും. അപ്പോൾ അവർ മാക്സിമം അവരെ കൊണ്ട് പറ്റുന്നൊക്കെ അവർ നേരാക്കി തരാറുണ്ട് കേട്ടോ. മീനൊക്കെ നമ്മൾ കഴുകി എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് വെക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ. അത് കുറച്ച് തന്നെ ഉള്ളൂ, നേരാക്കി കഴിഞ്ഞപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ കുറച്ചെടുത്തിട്ട് വറുത്തിട്ട് കുറച്ചെടുത്ത് വെക്കാന്ന് വെച്ചിട്ടാണ്. അപ്പം ഞാൻ സാധാരണ പോലെ തന്നെ ഉണ്ടാക്കണം കേട്ടോ. കാരണം വേറെ ഉണ്ടാക്കിയാൽ കഴിക്കാൻ ആൾ വേണ്ടേ. അപ്പം അതുകൊണ്ട് ഇങ്ങനെ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ നമ്മൾ ചെമ്പല്ലി ഫ്രൈ ചെയ്യാൻ എടുത്തിട്ടുണ്ട്. സാധാരണത്തേതുപോലെ തന്നെയാണ് കേട്ടോ ഞാൻ ഫ്രൈ ചെയ്യുന്നത്. അതാണ് കൂടുതൽ ഇവിടെ ഇഷ്ടം, അതുകൊണ്ടാണ്. പിന്നെ എല്ലാത്തിലും ഞാൻ കുറച്ച് കുരുമുളക് പൊടി ചേർക്കും, അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഉണ്ടല്ലോ ഈ ഒരു കറിവേപ്പിലയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങളിവിടെ വഴക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. കാരണം ചേട്ടനാണെങ്കിൽ എല്ലാ കറികളിലും നല്ലപോലെ എന്താ പറയുക കറിവേപ്പില വേണം. എനിക്കാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് അത്ര അങ്ങ് പിടിക്കില്ല കേട്ടോ. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യണതിലൊന്നും ടേസ്റ്റ് കുഴപ്പമില്ല, നല്ലതാണ്. പക്ഷേ എന്താ വെച്ചാൽ കറികളിലില്ലേ എന്താണെന്നറിയില്ല, എനിക്ക് അതിൻ്റെ ടേസ്റ്റ് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. ചിലപ്പം എന്താ പറയുക, ഈ നമ്മൾ ബീഫ് അതുപോലെ തന്നെ ചിക്കൻ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആദ്യം തന്നെ ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ കുഴഞ്ഞു പോകുമല്ലോ. അപ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസം പോലെ എനിക്ക് തോന്നിയതാണ്. എൻ്റെ മാത്രം അഭിപ്രായമാണ് കേട്ടോ. വേറെ ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടോ എന്നുള്ളതൊന്നും അങ്ങനെ അതിനിപ്പോഴും വഴക്കുണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് കൂടുതൽ അങ്ങ് കറിവേപ്പില ഇട്ട് അങ്ങോട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ വലിയ വലിയ മീനുകളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇതുപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്തിട്ട് അതിലേക്ക് സവാളയും കുറച്ച് നാരങ്ങ നീരും കുറച്ച് എന്താ പറയുക 2 പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുക്കും. എന്നിട്ട് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കഴിക്കട്ടോ. അപ്പം ഉണ്ടല്ലോ മോനാണെങ്കിൽ മീൻ ഇതുവരെ കഴിച്ചിട്ടൊന്നും
കഴിക്കൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ അവൻ പിന്നെ വന്നിട്ട് ഇങ്ങനെ കഴിക്കും. ഒന്നിച്ചൊക്കെ ആകുമ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ അങ്ങനെ കഴിക്കും കേട്ടോ. ആ സമയം കൊണ്ട് ഞാൻ മത്തിപ്പുളി ഉണ്ടാക്കി കേട്ടോ. മത്തിപ്പുളി എന്ന് പറയാൻ കാരണം കൊണ്ട് നമ്മുടെ വാളംപുളി വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ മത്തി വെച്ചത്. കാരണം എന്താ വെച്ചാൽ സായിക്ക് ഇഷ്ടം കൂടുതൽ ഈ ഒരു വാളംപുളി വെച്ചിട്ടാണ്. അപ്പോൾ ചേട്ടനാണെങ്കിൽ അത് വലിയ താല്പര്യമില്ല, കുടംപുളിയാണ്. പക്ഷേ ഞാൻ എപ്പോഴും കുടംപുളിയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പം മത്തി മേടിക്കുന്ന സമയത്ത് മിക്കവാറും ഞാൻ ഇങ്ങനെ വാളംപുളി വെച്ചിട്ടാണ് ഉണ്ടാക്കാറ് കേട്ടോ. ഇതുണ്ടല്ലോ നല്ലപോലെ മുഷിഞ്ഞു കേട്ടോ. അപ്പോൾ ഒന്ന് കഴുകി എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിക്കൊട്ടി അത് നല്ലപോലെ മുഷിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും ഇത് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നമ്മുടെ ഉള്ളി സവാളയൊക്കെ ഇടുന്ന ബാസ്ക്കറ്റ് നല്ലപോലെ അഴുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അന്ന് നമ്മൾ ക്ലീനൊക്കെ ചെയ്യുന്ന സമയത്ത് കഴുകണം എന്ന് വിചാരിച്ചാണ്. പക്ഷേ എന്താണെന്നറിയോ, നമ്മൾ ഈ പണി കഴിഞ്ഞിട്ട് വേഗം ജിമ്മിലേക്ക് ഓടണം. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ അത് നടക്കണില്ല കേട്ടോ. കുറേ നാളായിട്ട് കാര്യങ്ങളൊന്നും അങ്ങനെ കാര്യമായിട്ട് ശരിക്കും അങ്ങ് നടക്കണില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ കിട്ടുന്ന സമയം കൊണ്ട് അതങ്ങ് കഴുകി വേഗം വൃത്തിയാക്കി എടുക്കാമെന്ന് വെച്ചാൽ നമുക്ക് ഒന്നിച്ചങ്ങോട്ട് വൃത്തിയാക്കൽ നടക്കില്ല കേട്ടോ. അപ്പോൾ കുറച്ചായിട്ടുള്ള ഓരോ ഭാഗങ്ങൾ വൃത്തിയാക്കുകയാണെങ്കിൽ നമുക്കത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും കേട്ടോ. ആ സമയം കൊണ്ട് നമ്മുടെ മീൻകറി ആയിട്ടുണ്ട്. അപ്പോഴേക്കും ചേട്ടൻ ജിമ്മ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം മീൻ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ. പുള്ളിക്കാരന് ഇങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ ഞങ്ങൾ രണ്ടാളും അതിൻ്റെ ടേസ്റ്റ്. പിന്നെ ഞങ്ങൾ കഴിച്ചൊന്നുമില്ല കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറ്റി വയ്ക്കുകയാണ് ചെയ്തത്. പിന്നീട് ആ ബാസ്ക്കറ്റൊക്കെ നമ്മൾ പുറത്ത് കൊണ്ടുപോയി കഴുകാണ് കേട്ടോ ചെയ്യാറ്. നമ്മുടെ വാഷ് ബേസിൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ അത്ര വലിയ വലിപ്പമുള്ള വാഷ് ബേസിൻസും കാര്യങ്ങളൊന്നും അല്ലല്ലോ. അപ്പോൾ ഞാൻ മിക്കവാറും ഒരുപാട് പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഇത് ഇവിടെ കൊടുന്നിട്ടാണ് കേട്ടോ കഴുകുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഇങ്ങനെ എന്താ പറയുക ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ തന്നെയാണ് എല്ലാം കഴുകാറ്. ഇതിപ്പോൾ കുറച്ച് നാളായിട്ട് കേട്ടോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലപോലെ അഴുക്കുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് നമ്മളിപ്പം കുറേ നാളാകുമ്പോഴാണ് ഇങ്ങനെ അഴുക്ക് വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇത്രയൊന്നും അഴുക്ക് വരാറില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തിരി പണി കൂടുതലുണ്ടാവുമോ. എപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെ കുറച്ച് ഭാഗങ്ങളായിട്ട് അങ്ങനെ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും തോന്നുന്നു കേട്ടോ. വീട്ടിലത്തെ പണികളും കാര്യങ്ങളൊക്കെ അങ്ങനെ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ നമുക്ക് ഇന്ന് രാവിലെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫാത്തിമ എന്നാണ് പേര് കേട്ടോ. ഒരു കുട്ടിയാണെന്ന് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ കുട്ടി എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ് വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട്, ഡെയിലി ഞാൻ കാണാറുണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാനൊന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇതുപോലെ ഒരു കമൻറ്റ് വരുന്നു കേട്ടോ. കാരണം നമുക്ക് 3 സബ്സ്ക്രൈബേഴ്സിന് തുടങ്ങിയിട്ട് ആ ഒരു സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ഒട്ടും കയറാതിരുന്ന സമയങ്ങളുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്തിനാണ് ഇത്രയും കഷ്ടപ്പെടുന്നത്. കാരണം നമ്മൾ രാവിലെ മുതൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു വ്യൂസ് പോലും കയറാത്ത സമയം ഉണ്ടാകുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത്. എന്താ പറയുക, ചിലപ്പോൾ നമുക്ക് ഇരിക്കാനും ഉറങ്ങാനും ഭക്ഷണം കഴിക്കാനും പറ്റാത്ത പോലെ സമയം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇപ്പം എനിക്ക് ആ ഒരു കമൻറ്റ് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കേട്ടോ. അതുപോലെ കമൻറ്റ്സ് ഇട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആ കമൻറ്റ്സ് ഒരു പ്രത്യേകത തോന്നി കേട്ടോ. എന്തുകൊണ്ടാണെന്നറിയില്ല. അപ്പോൾ അങ്ങനെ അപ്പോൾ ആ കുട്ടിയോട് എന്നല്ല കമൻസ് ഇടുന്ന എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട് കേട്ടോ പറയാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ ഞാൻ കമൻസിന് റിപ്ലൈ ആയിട്ട് നന്ദി പറഞ്ഞില്ലെങ്കിലും ഞാൻ ഇതിലൂടെ പറയാം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ചിലപ്പോൾ ചിലരെയൊന്നും മനസ്സിലാവില്ലേ. പലതരത്തിലുള്ള ആൾക്കാർ നമ്മുടെ യൂട്യൂബിലുണ്ട്. അത് ഞാൻ പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ആരാ എന്താണെന്നറിയാതെ എനിക്ക് റിപ്ലൈ ചെയ്യാനും ഒരു പേടി. അതിനിടയ്ക്ക് നമ്മുടെ അടുത്ത വീട്ടിലത്തെ റീന ചേച്ചി ചക്ക കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു അത് നേരാക്കി വെച്ചിട്ട് നമുക്ക് എന്താ പറയുക പുഴുക്കൊക്കെ പുഴുങ്ങി വെച്ചിട്ട് പോവാം. അപ്പോൾ വരുമ്പോൾ നമുക്ക് ചായക്കൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. ഞാൻ നേരാക്കി എല്ലാം റെഡിയാക്കി എടുത്തു വെച്ചു. അപ്പോഴാണ് പറയുന്നത് നമുക്ക് ഒറ്റപ്പാലത്തേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ഞാൻ പിന്നെ വേഗം അത് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു. തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇപ്പോൾ അതോ ഒറ്റപ്പാലത്തേക്ക് പോകാൻ ഇറങ്ങുവാണേ. സച്ചു 2 ദിവസമായിട്ട് അനിയൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ ഡ്രസ്സൊക്കെയാണ് കേട്ടോ ഞാൻ പെറുക്കി ബാഗിലാക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മളെടുത്തൊന്നും ചിലപ്പോൾ പിള്ളേർക്ക് ഇഷ്ടാവില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ അവൻ ഏതെങ്കിലും ഒന്ന് എടുത്തോട്ടെ പറഞ്ഞിട്ട് 2-3 ജോഡി അങ്ങ് കൈ പിടിച്ചു കേട്ടോ. ഇനിയിപ്പം അതിനും ദേഷ്യപ്പെടണ്ടെന്ന് വെച്ചിട്ട് പിന്നെ അവിടെ നിന്ന് അവനെ പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങനെ കൊണ്ടുപോയി ചെയ്തേ. അപ്പം നമ്മുടെ ലക്കിടി റെയിൽവേ ഗേറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നോക്കുമ്പോൾ അടച്ചിട്ടേക്കുവാണേ. അപ്പോൾ ഞങ്ങൾ ആ സമയം കൊണ്ട് നമ്മുടെ നീളയുടെ ഭംഗിയൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ശരിക്കുള്ള ഭംഗിയൊന്നും കിട്ടിയില്ല കേട്ടോ. അങ്ങനെ ചെനക്കത്തൂർക്കാവ് എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മളുണ്ടല്ലോ എങ്ങോട്ടാണ് പോണ് എന്നൊന്നും വിചാരിച്ചില്ല. നമ്മൾ തിരിച്ചു വന്നിട്ട് വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ മീൻകറിയും
അതുപോലെ മീൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ നമ്മൾ പുറത്തുനിന്നൊന്നും കഴിക്കണില്ല എന്ന് വിചാരിച്ചത്. അപ്പോൾ TNTയുടെ അവിടെ എത്തിയപ്പോൾ സായുവിന് പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് കഴിച്ചിട്ടില്ല, എനിക്ക് ഇവിടെ നിന്ന് വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാനും ചേട്ടനും കൂടി ഒരു തവണ പോയി കഴിച്ചിട്ടുണ്ട്, പക്ഷെ അവളെ കൊണ്ട് പോയിട്ടില്ല കേട്ടോ. അപ്പം എന്നാൽ അവരെ രണ്ടുപേരും കൊണ്ട് പോയിട്ടില്ല. അപ്പം എന്നാൽ അവർക്കും കൂടെ മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ്. ഞങ്ങൾ ഷവായി മന്തിയാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഷവായി മന്തിയൊക്കെ കഴിച്ചു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിചാരിച്ച് നമ്മൾ ഓരോ ജോഡി ഡ്രസ്സ് എടുക്കാമെന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. പക്ഷേ എന്താ വെച്ചാൽ ഇതിപ്പം എന്താ പറയുക, ഡ്രസ്സിലൊന്നും നിൽക്കില്ല കേട്ടോ നമ്മൾ തിരിച്ചു വരുമ്പോഴേക്കും. കാരണം എന്താ വെച്ചാൽ പുറത്തിറങ്ങി എന്തായാലും നമുക്ക് നല്ല ചിലവുണ്ടാവേ. അങ്ങനെ ഞങ്ങൾ ഷവായി മന്തിയൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് TNTയിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റുഡിയോ പോകാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് വന്നത് തന്നെ. അപ്പോൾ അങ്ങനെ സ്റ്റുഡിയോന്ന് സായുവിന് ഡ്രസ്സ് വേണം പറഞ്ഞിട്ടാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് എന്താ പറയുക ഒരു ഡ്രസ്സ് തപ്പി നടന്നു കേട്ടോ. സ്റ്റുഡിയോയിൽ തപ്പിയിട്ട് നമുക്ക് കിട്ടിയില്ല കേട്ടോ. എന്നിട്ട് നേരെ ട്രെൻഡ്സിൽ തൊട്ടപ്പുറത്ത് തന്നെയല്ലേ ട്രെൻഡ്സ് എന്നാണ് കേട്ടോ. അപ്പോൾ ഇതേ ഒരു ഡ്രസ്സാണ് അവൾ സെലക്ട് ചെയ്ത്. പിന്നെ സ്റ്റുഡിയോന്ന് ഇതൊക്കെ കുറേ നോക്കിയായിരുന്നു, പക്ഷേ അവൾക്ക് ഇതൊന്നും പറ്റിയില്ല. എന്നിട്ട് എന്താ ഫസ്റ്റ് നമ്മൾ ഇട്ടതാണ് കേട്ടോ എടുത്തത്. എന്നിട്ട് പിന്നെ ഞാനും സായും കൂടിയിട്ട് താജിലേക്ക് പോയിട്ടാണ് കേട്ടോ എനിക്കുള്ള ഡ്രസ്സ് കിട്ടിയത്. എന്നിട്ട് ഞങ്ങൾ വീണ്ടും ഓട്ടോയിൽ തിരിച്ച് സ്റ്റുഡിയോയിലേക്ക് തന്നെ വന്നിട്ടാണ്. അവിടെ നമ്മുടെ കാറ് കിടപ്പുണ്ടായിരുന്നത്. അപ്പോൾ ഒറ്റപ്പാലത്ത് പ്രത്യേകിച്ച് നമുക്ക് വണ്ടി ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് എന്താ പറയുക ഡ്രസ്സൊക്കെ എടുക്കണമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് വീട്ടിലേക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ വഴിയോര കച്ചവടക്കാരുടെ അടുത്ത് തന്നെ വാങ്ങി കേട്ടോ. അപ്പോൾ അത് വാങ്ങിയിട്ട് നമ്മൾ തിരിച്ചെത്തി. അപ്പോഴേക്കും നമ്മുടെ രാവിലെ കഴുകി വെച്ചതൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ് കേട്ടോ അടുത്ത കാര്യം എന്ന് പറയുന്നത്. അതെല്ലാം എടുത്ത് വൃത്തിയാക്കി വെച്ചപ്പോഴാണ് കേട്ടോ എനിക്കൊരു മനസ്സമാധാനം വന്നത്. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ മഞ്ഞപ്പൊടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ മഞ്ഞപ്പൊടി നമ്മൾ മഞ്ഞൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് പുഴുങ്ങാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്നാൽ കുറച്ച് മഞ്ഞപ്പൊടി മേടിക്കാൻ പറഞ്ഞ ആൾ അവിടെ ഇതുപോലെ എന്താ പറയുക പൊടിച്ച് കിട്ടുന്ന സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് മഞ്ഞപ്പൊടിയും അതുപോലെ മല്ലിപ്പൊടിയും മേടിച്ചേക്കാം. ഞാൻ മല്ലിയാണെങ്കിൽ ഉണക്കായി ഇട്ടിട്ടുണ്ട്, 2 ദിവസത്തേക്കുള്ളതേ നമുക്ക് വേണ്ടുള്ളൂ. പക്ഷെ ആൾ കുറച്ച് കൂടുതൽ മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉള്ളിയും ഉരുളൻകിഴങ്ങ് നമ്മൾ വെളുത്തുള്ളി ഉള്ളിയൊക്കെ മേടിച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ ഒന്ന് നമ്മുടെ ബാസ്ക്കറ്റിൽ റെഡിയാക്കി ഒന്ന് വെച്ച്. അത് കഴിഞ്ഞിട്ട് തക്കാളിയാണ് കേട്ടോ. തക്കാളി നമ്മൾ മേടിച്ചപ്പോൾ ഈ ഒരു ഇതിൽ കൊള്ളില്ല. അപ്പം നമ്മൾ വീണ്ടും വേറൊരു പാത്രത്തിലും കൂടി ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടോ. അങ്ങനെ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഓർത്തത് നമ്മുടെ ചക്ക പുഴുങ്ങണ്ടേന്ന്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ചക്ക പുഴുങ്ങണ്ട, കാരണം ഇന്ന് വയറ് നിറഞ്ഞിട്ടുണ്ടല്ലോ, ഇനിയിപ്പോൾ അതൊന്നും എടുക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫ്രിഡ്ജിൽ കയറ്റി വെച്ച സാധനമാണേ. അപ്പോൾ ഞാൻ ചോദിച്ചു ഇന്ന് കുറച്ച് ചായക്ക് എടുത്തിട്ട് ഫ്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. ഈ എന്താ പറയുക ചക്കവറ്റൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. പക്ഷേ എന്താ വെച്ചാൽ ചക്കവറ്റലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എണ്ണയൊക്കെ എടുത്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഇത് വറുക്കാൻ പറ്റിയ ചക്കയല്ല കേട്ടോ. അത് എന്താ പറയുക പഞ്ഞു പോലെ കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അത് വേണ്ട എന്ന് വിചാരിച്ചിട്ട് അതോടുകൂടി അവസാനിപ്പിച്ചു കേട്ടോ ആ ആഗ്രഹം. എന്നിട്ട് ഞാൻ പിന്നെ ഉണ്ടല്ലോ നമ്മുടെ അരിപ്പപ്പടം ഉണ്ടാവും കേട്ടോ. അത് മോൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ ഉണ്ടാക്കിയതാണ്, അവർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാനത് ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. ആ സമയത്ത് നമ്മൾ പൈനാപ്പിൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷേ പൈനാപ്പിൾ കുറച്ചും കൂടെ ആവാണ്ട് ഞാൻ മുറിക്കാമെന്ന് പറഞ്ഞിട്ട് എടുത്തതാണ്, പക്ഷെ കുറച്ചുകൂടെ ആവാണ്ട് തോന്നി. അപ്പോൾ അത് കാരണം ഞാൻ മുറിച്ചില്ല കേട്ടോ. അവസാനം ഈ പച്ചച്ചക്കയും അതുപോലെ തന്നെ അരിപ്പപ്പടം കൊണ്ട് നമ്മൾ ചായ കുടിക്കേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൊണ്ട് എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ